പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫറൂഖിലെ മുനിസിപ്പാലിറ്റിയിൽ ചില സംഭവങ്ങൾ, അനിഷ്ടകരമായ കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു. ഫറൂഖ് നഗരസഭാ കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണ് ഇനി റിപ്പോർട്ടർ TV പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇന്നലെ നടന്ന യോഗത്തിലാണ് LDF UDF കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ കാണാം. RJD വിട്ട് ഒരു കൗൺസിലർ മുസ്ലിം ലീഗിൽ ചേർന്നു. അങ്ങനെ ആ മുസ്ലിം ലീഗിൽ ചേർന്ന ആ കൗൺസിലറെ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ചതാണ് കയ്യാങ്കളിക്ക് കാരണം. RJD എന്നുള്ളത് കേരളത്തിൽ നിലവിൽ LDFന്റെ ഭാഗമായി നിൽക്കുന്ന കക്ഷിയാണ്. അങ്ങനെ LDFന്റെ ഭാഗമായിരുന്ന RJDയിൽപ്പെട്ട കൗൺസിലർ മുസ്ലിം ലീഗിലേക്ക് മാറിയപ്പോഴാണ് ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമം നടത്തിയത്. ആ ചെരുപ്പുമാല അണിയിക്കാൻ നടത്തിയ ശ്രമം അവർ ചെറുത്തു. UDF പ്രവർത്തകർ പാർട്ടി മാറിയ കൗൺസിലർ സനൂബിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണവും നടന്നിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സനൂബിയെ ചെരുപ്പുമാല അണിയിക്കാൻ LDF പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. നിലവിൽ RJD കൗൺസിലറായിരുന്നു. RJD കൗൺസിലർ ലീഗ് കൗൺസിലറായി മാറി, പാർട്ടി മാറി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഫറൂഖ് നഗരസഭയിൽ നടന്ന ദൃശ്യങ്ങളാണ്. വനിതാ കൗൺസിലർമാരടക്കമാണ് ആ സംഘർഷത്തിലിരിക്കുന്നത്. വനിതാ കൗൺസിലർമാരാണ് ആ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ചെരുപ്പുമാല അണിയിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. നമുക്കൊപ്പം MM രാകേഷ് ചേരുന്നു. MM രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ചെരുപ്പുമാല അണിയിക്കാൻ വേണ്ടി വനിതാ കൗൺസിലർമാരാണോ ആ തിരക്ക് കൂട്ടുന്നത്? തീർച്ചയായും അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിൻ്റെ തുടർച്ച എന്ന് തന്നെ പറയാം. കാരണം ഷനൂബിയുടെ വീടിന് നേരെ RJD വിട്ട് UDFിലേക്ക് മാറിയതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അവരുടെ വീടിന് നേരെ കല്ലേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ UDF ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് ഇതിന് ശേഷം വന്ന കൗൺസിലർ ഈ യോഗത്തിലേക്ക് വരുന്ന സമയത്തുണ്ടായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. RJD വിട്ടതിന് ശേഷം LDF ഇവർക്ക് എതിരെ പൊതുയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ പൊതുയോഗത്തിൽ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇവർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. നേരത്തെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിലും ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൗൺസിലറെ ചെരുപ്പുമാല അണിയിക്കാനും ഒപ്പം തന്നെ യോഗത്തിനെത്തിയ സമയത്തുള്ള പ്രതിഷേധങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, തീർച്ചയായിട്ടും അതെ അരുൺ, LDFിലെ വനിതാ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ചെരുപ്പുമാല അണിയിക്കാൻ വേണ്ടി ഇവർ യോഗത്തിനെത്തിയ സമയത്ത്. കാരണം ഇവർക്കെതിരെ കൂറുമാറിയതിനെ തുടർന്ന് അല്ലെങ്കിൽ UDFിലേക്ക് മാറിയതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പൊതുയോഗങ്ങളുടെ തുടർച്ച എന്നോണമാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് UDFിന്റെ ആരോപണം. അതേസമയം തന്നെ തങ്ങൾ ജനാധിപത്യ രീതിയിൽ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂറുമാറിയതിനെ പ്രതിരോധിക്കുക മാത്രമാണ് എന്നുള്ളതാണ് LDF പറഞ്ഞിരുന്നത്. എന്നാൽ തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കൂറുമാറ്റ നിരോധന നിയമം നിലവിലിരിക്കുന്നതുകൊണ്ട് RJDയിൽ ജയിച്ചു വന്ന് മുസ്ലിം ലീഗിലേക്ക് മാറിയാൽ അവർക്കിപ്പോൾ എന്തായാലും കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും അല്ലേ രാകേഷ്? കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുന്നതിന് ചില സാങ്കേതികത്വങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിപ്പ് ഉൾപ്പെടെ കൈമാറുന്നതിനുള്ള സാഹചര്യമില്ല എന്നുള്ളൊരു സാങ്കേതികത്വ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം LDF ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം, പക്ഷേ വ്യക്തിപരമായ പ്രതിഷേധമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മോശമായ ഒരു കാര്യം എന്നുള്ളതാണ് ഇതിലെ വസ്തുത. ഓക്കെ, പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഫറൂഖ് നഗരസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നഗരസഭയിൽ ഒരു കയ്യാങ്കളി, ആ കയ്യാങ്കളി സനൂബിയക്കെതിരെയായിരുന്നു. സനൂബിയെ ചെരുപ്പുമാല അണിയിക്കാനുള്ള ശ്രമമാണ് LDFിലെ കൗൺസിലർമാർ നടത്തിയത്. വനിതാ കൗൺസിലർമാരാണ് നടത്തിയത്. നല്ല ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. സനൂബിയക്കെതിരെ പ്രതിഷേധം സ്വാഭാവികമാണ്. കാരണം ഒരു പാർട്ടി മാറുന്ന സമയത്ത് സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാവും. പക്ഷേ ഈ പ്രതിഷേധം അതിരുകവിഞ്ഞു പോയി എന്ന് പറയാൻ നിവൃത്തിയില്ല. ചെരുപ്പുമാലയൊക്കെ അണിയിച്ചല്ലോ പ്രതിഷേധിക്കേണ്ടത്. ആശയപരമായി നമുക്ക് അവരെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. സനൂബിയക്കെതിരെ ഇനി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരുപക്ഷെ അയോഗ്യത കൽപ്പിക്കാനുള്ള നീക്കമുണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സനൂബിയ നിലവിൽ ഫറൂഖിൽ RJD ടിക്കറ്റിൽ വിജയിച്ചു വന്ന നഗരസഭാ കൗൺസിലറാണ്. ആ സനൂബിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പാർട്ടി മാറിയത്. പാർട്ടി മാറിയപ്പോൾ കൗൺസിലറെ പിടിച്ചു തള്ളുന്നതും കൗൺസിലറെ കഴുത്തിൽ ചെരുപ്പുമാല അണിയിക്കാനൊരു ശ്രമം നടത്തുന്നതുമാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തല്ലുമാല ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫറൂഖിലെ നഗരസഭയിൽ തല്ലുമാല. MM രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.